ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുട്ടുമുറിഞ്ഞ് ചോര ഒരുക്കിയായിരിക്കും. ഇനി എന്ത് ഭാവിച്ചാ നീ ഇത്? വേണ്ട, പ്രദർശനമൊക്കെ നിർത്തിക്കോ. വന്ദന, എഴുന്നേക്ക്, നമുക്ക് പോവാം. വേദന സഹിക്കാൻ വേണ്ടി മുട്ടുകാൽ പ്രദക്ഷിണം നിർത്തണം. അതിന്റെ പേരില് ദൈവകോപം ഒന്നും ഉണ്ടാവില്ല. മുട്ടുകാൽ പ്രദക്ഷിണത്തിന് പകരം അടിപ്രദക്ഷിണം ചെയ്താലും മതി. വന്ദന, പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് സൗകര്യം പോലെ വന്ന് അടിപ്രദക്ഷിണം നടത്താം. എഴുന്നേറ്റ് വാ. എന്താ, ഭർത്താവിന് മുമ്പിൽ മൗനവ്രതം പാലിക്കണമെന്ന് ജോലിശ്വർ പ്രവചിച്ചിട്ടുണ്ടോ? വാ തുറന്ന് മിണ്ടിക്കൂടെ നിനക്ക്? എന്നിൽ നിന്നും വന്ദനെ എത്രത്തോളം അകറ്റാവോ അത്രത്തോളം അകറ്റുക. മാനസികമായും ശാരീരികമായും നിന്നെ എത്രത്തോളം പീഡിപ്പിക്കാമോ അത്രത്തോളം പീഡിപ്പിക്കുക. ആ ദുഷ്ടലക്ഷ്യത്തോടെ അപ്പച്ചിയും വിദ്യാർത്ഥിയും ചേർന്ന് ഒരുക്കിയ കപട തന്ത്രമാ എനിക്ക് മൃത്യുദോഷം ഉണ്ടാവുമെന്നുള്ള കള്ളപ്രവചനം. വന്ദന, അത് വിശ്വസിക്കരുത്. മുമ്പും നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ കള്ളപ്രവചനം നടന്നിട്ടുണ്ട്. ആ ജ്യോത്സ്യനെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ ഈ പ്രവചനത്തിന് പിന്നിലുള്ള ചതിയും ഞാൻ തെളിയിച്ചിരിക്കും. വന്ദനെ, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കേ. ഈ മുട്ടുകാൽ പ്രദർശനം ഒന്ന് അവസാനിപ്പിക്കേ. സ്വന്തം ഭർത്താവല്ലേ പറയുന്നത്, അനുസരിക്കൂ കുട്ടി. അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. ക്ഷമിക്കണം, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിനുപരിയായി എന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എന്റെ ഭർത്താവിന് മൃത്യുദോഷം ഇല്ലായിരിക്കാം, പക്ഷെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഞാൻ വഴിപാട് നടത്തുന്നത്. ഭർത്താവിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന എന്റെ വിശ്വാസം. സർവ്വതും ദൈവത്തിൽ സമർപ്പിച്ച് നടത്തുന്ന വഴിപാട് പൂർത്തിയാക്കാമെന്ന വിശ്വാസമുണ്ട് എനിക്ക്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. വന്ദന,